ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. ഓഫീസ് മുഴുവൻ തിളങ്ങിക്കൊണ്ടിരുന്നു. ലൈറ്റ്സ്, റിബൺ, ബെൽസ്, അതായത് ഓരോ മൂലയിലും എന്തോ ഒരു രഹസ്യം ഏർപ്പാട് ചെയ്യുന്നത് പോലെ ആയിരുന്നു. പക്ഷെ ഈ അലങ്കാരത്തിനിടയിൽ ഒരു ശാന്തത നിറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വ്യക്തി, അതായത് ഓഫീസിന് ശ്വാസം മുട്ടുന്നത് പോലെയുള്ള അവസ്ഥ. നടാഷ, കബീർ പിന്നെ സനീഷ് എന്നത്തെയും പോലെ ഓഫീസിലേക്ക് വന്നെത്തി. അവർ അവിടേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരാളുമില്ലായിരുന്നു. ചെയറൊക്കെ ഗാലിയായിരുന്നു. ഡെസ്കിൽ ആരും തന്നെ ഇല്ലായിരുന്നു. നടാഷ ഞെട്ടിപ്പോയി നിന്നു. എന്താ ഇത്? ഓഫീസ് മുഴുവൻ ഗാലിയായിരിക്കുന്നു. സമർ ചിരിക്കാൻ തുടങ്ങി. ഹേ നടാഷ, നിന്റെ ജ്ഞാപകമർദ്ദൻ നിന്നെ വിട്ട് പോയിട്ടില്ലെന്ന് തോന്നുന്നു. നടാഷ ദേഷ്യത്തോടെ പറഞ്ഞു. നീ എന്താ പറഞ്ഞത്? കബീർ ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, അതായത് നമ്മൾ എപ്പോഴെങ്കിലും വൈകിട്ട് ഓഫീസിലേക്ക് വന്നിട്ടുണ്ടോ? ഇന്ന് ക്രിസ്മസ്, അത് നിനക്ക് തന്നെ അറിയും. ഓരോ വർഷവും ഒരു സീക്രട്ട് സാന്റ നമ്മുടെ ഓഫീസിൽ ഉണ്ടാവും. അവരെ കണ്ടുപിടിക്കുന്നവർക്ക് ഗിഫ്റ്റ് കിട്ടും. നടാഷ ചിരിച്ചു. അല്ല, എനിക്കും അതറിയാം. പക്ഷെ ഓരോ വർഷവും നമ്മുടെ ഓഫീസിലുള്ളവരല്ലേ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. പക്ഷെ ഇന്നെന്താ ആരുമില്ലാത്തത്? ഷമീർ മിണ്ടാതെയായി. നീ പറയുന്നത് നേരാണ്. കബീർ ആഴ്ന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇപ്രാവശ്യം പുതിയതായിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒളിഞ്ഞിരിക്കും നമ്മളെ പേടിപ്പിക്കാനായിട്ട്. അവന്റെ വാക്കുകൾ കാറ്റത്ത് നിറഞ്ഞു. ഓഫീസിലെ അലങ്കാരങ്ങൾ തിളങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ ആ തിളക്കത്തിൽ ഒരു പേടി മറഞ്ഞിരുന്നു. അതായത് അവിടെ ആരോ ഉണ്ട്, പക്ഷെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് സമൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ലിപ്പ് ശ്രദ്ധിച്ചത്. അത് എടുത്തു വായിച്ചു. ഇത് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള പുതിയ സ്റ്റൈലാണ്. ഓഫീസിൽ ഇരിക്കുന്നവർ അവരവരുടെ സ്ഥാനത്ത് ഒളിച്ചിരിക്കുന്നു നിങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട്. ഒരു മുഖ്യമായ കാര്യം എന്താന്ന് വെച്ചാൽ അവരിൽ ഒരു സാന്റാവും ഉണ്ട്. അവരെ കണ്ടുപിടിക്കുന്നവർക്ക് ഒരു നല്ല ഗിഫ്റ്റും കിട്ടും. അത് ആരും ആലോചിച്ച് നോക്കാൻ പാടില്ലായിരുന്നു. കബീറും നടാഷയും ഞെട്ടിപ്പോയി. ഷമീർ ചിരിക്കാൻ തുടങ്ങി. സത്യം പറയൂ, നിങ്ങളിൽ എവരെങ്കിലും സീക്രട്ട് സാന്റാവോ? നടാഷ പൊട്ടി ചിരിക്കാൻ തുടങ്ങി. നീ ഒന്ന് മിണ്ടാതിരിക്കും, വെറുതെ കളിക്കല്ലേ. അപ്പോഴാണ് കതക് തുറന്നത്. അകത്തേക്ക് ഒരു പെണ്ണ് വന്നു. അവളുടെ പേര് താനിയ. ന്യൂ ജോയിനിങ്. അവൾ എല്ലാ വശത്തും ചുറ്റുനോക്കി. ഇവിടെ നമ്മളല്ലാതെ വേറെ ആരുമില്ലല്ലോ. നീയല്ല താനിയ. എല്ലാ വർഷവും നമ്മുടെ ഓഫീസിൽ സീക്രട്ട് സാന്റ കാണും. കബീർ കളിയാക്കി പറഞ്ഞു. ഒരുപക്ഷെ സീക്രട്ട് സാന്റ നമ്മൾ 4 പേരിൽ ഒരുത്തരായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒളിച്ചിരിക്കാം. താനിയ ചെറുതായി ചിരിച്ചു. അവളുടെ കണ്ണുകൾ മാത്രം എന്തോ ഒന്നിനെ തേടുകയായിരുന്നു. ഓഫീസിന്റെ ആ പ്രകാശത്തിൽ അവളുടെ പേടി മറയ്ക്കാനായില്ല. കുറച്ചു സമയത്തിന് ശേഷം 4 പേരും ഒരു ടേബിളിൽ ശ്രദ്ധിച്ചു. അവിടെ ഓരോ സ്ലിപ്പ് ഉണ്ടായിരുന്നു. എല്ലാ സ്ലിപ്പിലും ഒരേ ലൈൻ, ഇൻസ്പെക്ഷൻ ടു നൈറ്റ്. സമീർ ആ സ്ലിപ്പ് എടുത്തു. ഈ ഹാൻഡ് റൈറ്റിംഗ് കാണാൻ ബാബിയുടെ പോലെ ഉണ്ടല്ലോ. ശാന്തത അവരെ വീണ്ടും പേടിപ്പിക്കാൻ തുടങ്ങി. ഏതോ ഒരു ഇരുട്ട് ആ മുറിക്കകത്ത് കേറിയതുപോലെ തോന്നി. അപ്പോഴാണ് പെട്ടെന്ന് ലൈറ്റൊക്കെ ഡിമ്മായത്. ടേബിളിന് മുകളിൽ ഒരു ചുവന്ന ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. നടാഷ അത് ചെന്ന് തുറന്നു. അതിനകത്ത് വെട്ടപ്പെട്ട കൈ ഉണ്ടായിരുന്നു. അവൾ പേടിച്ച് നിലവിളിച്ചു. ഷമീറും കബീറും പുറകിലോട്ട് നടന്നു. താനിക്ക് ശ്വാസം നിലയ്ക്കുന്നത് പോലെയായി. ഇത് പിന്നെ ഇതൊരു വെട്ടപ്പെട്ട കൈയല്ലേ? കബീർ പേടിച്ചുകൊണ്ട് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മളെ പേടിപ്പിക്കാനായിട്ട് ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം കള്ളമാണ്. ഷമീർ ആ കൈയെടുത്ത് നന്നായി ശ്രദ്ധിച്ചു നോക്കി. ആ കൈയിൽ നിന്നും ഫ്രഷായ രക്തം ഒലിച്ചുകൊണ്ടിരുന്നു. ഷമീർ എന്തോ പറഞ്ഞു തുടങ്ങി. ഇല്ല ഇത് നിജമാണ്. നടാഷയും ദാനിയും നിലവിളിച്ചു. അപ്പോഴാണ് കബീർ മറ്റൊരു ബോക്സ് ശ്രദ്ധിച്ചത്. അതിൽ അവന്റെ പേരുണ്ടായിരുന്നു, കബീർ എന്ന്. അവൻ വളരെ പേടിയോടെ അത് തുറന്നു. അതിൽ വെട്ടപ്പെട്ട വിരലുണ്ടായിരുന്നു. ആ വെട്ടപ്പെട്ട വിരലിൽ രക്തം പോലെ ഉറഞ്ഞുപോയ ഒരു മോതിരമുണ്ടായിരുന്നു. ഉടനെ കബീർ പേടിച്ച് പുറകിലോട്ട് നടന്നു. ഇത് ബോസിന്റെ മോതിരമല്ലേ? എന്ന് വെച്ചാൽ ഇത് ബോസിന്റെ കൈയാണ്. നടാഷ കരയാൻ തുടങ്ങി. ഓ മൈ ഗോഡ്, ഇവിടെ എന്താണ് നടക്കുന്നത്? ഷമീറും നിലവിളിച്ചു. എന്ന് വെച്ചാൽ ബോസിനെ കൊന്നോ? നടാഷ പേടിച്ചു പറഞ്ഞു. ഇവിടെ എന്തോ വിചിത്രമായി നടക്കുന്നു. നമ്മൾ ഉടനെ ഇവിടെ നിന്നും പോകണം. 4 പേരും പുറത്തേക്ക് ഓടി. പക്ഷേ ഓഫീസിലെ കതവുകളെല്ലാം ലോക്കിലായിരുന്നു. ലൈറ്റ് ഓഫായിരുന്നു. പടിക്കെട്ടുകളിലൊക്കെ ഇരുട്ട് നിറഞ്ഞിരുന്നു. അവിടെ ഫോണും ഓഫായിരുന്നു. വെറും ഇരുട്ട് മാത്രമായിരുന്നു. പിന്നെ ആ ശാന്തതയും. അത് പ്രകൃതിദത്തമല്ലായിരുന്നു. നടാഷ മറ്റൊരു കതകിനെ നോക്കി അവിടെ നിന്നും ഓടി. ഓഫീസിന്റെ ആ ഇരുട്ടായ പാത, അത് ശ്മശാനത്തിനേക്കാളും കൊടൂരമായിരുന്നു. ലൈറ്റൊക്കെ പാതി അണഞ്ഞ് പാതി കത്തിക്കൊണ്ടിരുന്നു. കാറ്റത്തൊരു ഭയങ്കരമായ ശാന്തതയുണ്ടായിരുന്നു. പിന്നെ ഓരോ കാലടി ശബ്ദവും കതകിൽ ചെന്നിടിച്ച് തിരികെ പോവുകയായിരുന്നു. ഏതോ ആ ഇരുട്ട് കേട്ടിട്ടില്ലാത്ത ഒന്നിനെ കേൾക്കുന്നതുപോലെ തോന്നി. പെട്ടെന്ന് നിലവിളിക്കുന്ന ശബ്ദം ആ ഡോർ മുഴുവനും കേട്ടു. ഹെൽപ്പ് മീ! ഷബീർ, കബീർ പിന്നെ താനിയ അവിടെ നിന്നും ഓടി. തറയിൽ നടാഷ വീണു കിടന്നു. അവളുടെ കഴുത്ത് മുൻപേ വെട്ടപ്പെട്ടിരുന്നു. രക്തം ഒലിച്ചുകൊണ്ടിരുന്നു. ആ ഭൂമിയിലാണ് അവൾ അവസാനമായി ശ്വാസം വിട്ടത്.
അവളുടെ റെക്റ്റിനാളിൽ ചുവന്ന നിറത്തിലുള്ള ക്രിസ്മസ് ലൈറ്റ് ജ്വലിച്ചുകൊണ്ടിരുന്നു. ഏതോ മരണം കണ്ണുകളെ ചുവന്ന ആഘോഷത്തോടെ മൂടിയതുപോലെ 3 പേരുടെ കാലുകളും വിറയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത് ഓഫീസ് അല്ലായിരുന്നു, ഏതോ ഒരു മാന്ത്രിക സ്ഥലം പോലെ തോന്നി. ഇപ്പോൾ ബാക്കിയുള്ളത് 3 പേരാണ്, കബീർ, സമർ, പിന്നെ ദാനിയ. കുറച്ചു സമയത്തിന് ശേഷം വേദനയുള്ള ഒരു ശബ്ദം കേട്ടു. അത് കബീറിന്റേതാണ്. ഷബീറും ദാനിയും കോൺഫറൻസ് ഹാളിലേക്ക് ഓടി. അവിടത്തെ കാഴ്ച കണ്ടിട്ട് അവരുടെ രക്തം ഉറഞ്ഞതുപോലെയായി. കബീർ തലകീഴായി തൂങ്ങിക്കിടന്നു. അവന്റെ ശരീരം കാറ്റത്ത് പറക്കുകയായിരുന്നു. പക്ഷെ അവന്റെ തല കാണാനില്ല. ടേബിളിൽ രക്തം കൊണ്ട് എന്തെഴുതിയിരുന്നെന്നാൽ മേരി ക്രിസ്മസ്. ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കാതെ പോകാറുണ്ട്. ഇപ്പോൾ ഇതൊരു കളിയോ അല്ലെങ്കിൽ സീക്രട്ട് ഫാക്റ്റോ ഒന്നുമല്ല. ഇതൊരു വട്ടുപിടിച്ച ആത്മാവിന്റെ ക്രിസ്മസ് കൊലകൾ ചെയ്യാനുള്ള രാത്രിയായിരുന്നു. ബാക്കിയുള്ളത് 2 പേരാണ്, സമർ പിന്നെ ദാന്യ. സമർ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, നമ്മുടെ ഓഫീസിൽ ബേസ്മെന്റിൽ ഒരു പഴയ എക്സിറ്റ് ഉണ്ട്. അത് 20 മിനിറ്റ് ടണൽ. അതിൽ നിന്ന് നമ്മൾ പുറത്തു പോവാം. ദാന്യയും അവന്റെ പുറകെ പോകാൻ തുടങ്ങി. 2 പേരും ആ ഇരുട്ടത്ത് താഴേക്ക് ഇറങ്ങി. ബേസ്മെന്റിന്റെ പടിക്കെട്ടുകൾ വളരെ പഴയതായിരുന്നു. അതായത് ഓരോ സ്റ്റെപ്പിലും ആരുടെയോ അവസാനത്തെ നിലവിളിയുള്ളതുപോലെ തോന്നി. ആ കാറ്റത്തൊരു ദുർനാറ്റം വീശി. അത് പഴയ വിട്ടിട്ടു പോയ അഴുക്കായ രക്തം പോലെയായിരുന്നു. സമർ ടോർച്ച് അടിച്ചു. ആ വെളിച്ചത്തിൽ എന്താണോ കണ്ടത് അത് കണ്ട് സമർ ആകെ ഉറഞ്ഞുപോയി. ആ ബേസ്മെന്റ് മുഴുവൻ പ്രേതങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ചില ഓഫീസിലെ ജോലിക്കാർ, ചില അറിയാത്ത മുഖങ്ങൾ, പിന്നെ അഴുകിപ്പോയത്. അതായത് പല വർഷങ്ങളായി ഈ സീക്രട്ട് സാന്റ മരണം മാത്രം സമ്മാനിക്കുന്ന പോലെ ഇരുന്നു. ഈ പാലം എക്സിറ്റ് അല്ല, ഇത് ഓഫീസിന്റെ ഡെത്ത് റൂമാണ്. സമർ അലറാൻ തുടങ്ങി. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ആരാണ് ഇവനെ കൊന്നത്? താന്യ അവന്റെ പുറകിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളുടെ മുഖം ശാന്തത നിറഞ്ഞതല്ലായിരുന്നു. അവളുടെ കണ്ണൊക്കെ കറുപ്പായി മാറിയിരുന്നു. മുഖം വികാരമായി മാറുകയായിരുന്നു. അവളുടെ തോൽ വിചിത്രമായ നിറത്തിൽ മാറിക്കൊണ്ടിരുന്നു. താനിയുടെ ശബ്ദം പതുക്കെ ഭയങ്കരമായതായി മാറാൻ തുടങ്ങി. എന്നിട്ട് 1 വർഷത്തിനു മുൻപ് രാഹുലിന് നിനക്ക് ഓർമ്മയുണ്ടോ? ഷമീർ വിറയ്ക്കാൻ തുടങ്ങി. ആരാണ് രാഹുൽ? താനിയുടെ ശബ്ദം രാക്ഷസിയുടെ ശബ്ദം പോലെ മാറി. അവൻ തന്നെ. വളരെ സത്യസന്ധനായിരിക്കില്ല അവൻ. നിങ്ങളെല്ലാരും ചേർന്ന് അവനെ സീക്രട്ട് സാന്റ എന്ന് ഇൻസൾട്ട് ചെയ്തില്ലേ? അവനെ ശല്യം ചെയ്തു, ചിരിച്ചു. എന്നിട്ട് അവൻ സൂസൈഡ് ചെയ്തു മരിച്ചു. സമറിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയും? താന്യ ചിരിക്കാൻ തുടങ്ങി. ഒരു തണുത്ത, പേടിപ്പിക്കുന്നത് പോലെ താങ്ങാനാവാത്ത രീതിയിലുള്ള ഒരു ചിരി. കാരണം ഞാൻ താന്യ അല്ല. അവളുടെ തോലുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. എലുമ്പുകൾ മുറുകാൻ തുടങ്ങി. കണ്ണുകളൊക്കെ ചുവന്ന നിറത്തിലായി. ഞാൻ രാഹുലിന്റെ അനിയത്തി താനിയല്ല. ഞാൻ അവന്റെ മരിച്ചുപോയ അനിയത്തി ദാനിയാണ്. എന്റെ ചേട്ടൻ മരിച്ചത് എനിക്ക് താങ്ങാനായില്ല. ഞാനും എന്റെ ജീവൻ വെടിഞ്ഞു. ഇപ്പോൾ അവളുടെ ശബ്ദം മനുഷ്യന്റെ ശബ്ദമല്ലായിരുന്നു. അവൾ ഒരു പിശാചായി മാറിയിരുന്നു. തൊണ്ടയിൽ നിന്നും വന്ന ശബ്ദം കീറി മുറിക്കുന്നത് പോലെ ആയിരുന്നു. പക്ഷെ ഞാൻ തിരികെ എത്തിക്കഴിഞ്ഞു, നിങ്ങൾ എല്ലാവർക്കും ഗിഫ്റ്റ് നൽകാൻ വേണ്ടി. ഇനി നീയാണ് അവസാനം. ഇനി നീ ഇവിടെ നിന്നും ഓഫീസിലേക്ക് പോവില്ല. ഞാനാണ് സീക്രട്ട് സാന്റ. അവളുടെ അവസാനത്തെ വാക്കുകൾ വളരെ ക്രൂരത നിറഞ്ഞതായിരുന്നു. ഡെത്ത് സാന്റ എല്ലാരെയും കൊല്ലാൻ തിരികെ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് ബേസ്മെന്റിലുണ്ടായിരുന്ന ലൈറ്റൊക്കെ ഒന്നിച്ച് ചുവന്നതായി മാറാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന പ്രേതങ്ങളെല്ലാം ഒരു വ്യത്യസ്തമായ ശാന്തതയിൽ പതുക്കെ പതുക്കെ അനങ്ങാൻ തുടങ്ങി. ആ മുറി രാക്ഷസിന്റെ വായു പോലെ വിടയാൻ തുടങ്ങി. സമർ പുറകിലോട്ട് നടക്കാൻ തുടങ്ങി. പക്ഷേ താനിയ ഇപ്പോൾ തന്റെ യഥാർത്ഥ മരണത്തിന്റെ രൂപം എടുക്കാൻ തുടങ്ങി. കണ്ണുകൾ ചുവന്ന നിറത്തിലായിരുന്നു. മുഖം കത്തിയതുപോലെ കറുത്തിരുന്നു. അവൾ ഓരോ അടിയായി മുൻപിലോട്ട് ചെന്നു. ഇപ്പോൾ സീക്രട്ട് സാന്റയുടെ അവസാനത്തെ ഗിഫ്റ്റ് കാത്തിരിക്കുകയാണ്. സമറിന് ശ്വാസം വിടാൻ പറ്റാതെയായി. അവന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവൻ ഓടാൻ തുടങ്ങി. പക്ഷേ ഭൂമിയിൽ നിന്നും വന്ന വേരുകളെ പോലെ കറുത്ത നിഴലുകൾ അവന്റെ കാലിനെ ചുറ്റി. അടുത്ത ക്ഷണം തന്നെ ബേസ്മെന്റിൽ അവസാനമായ ഒരു നിലവിളി ശബ്ദം കേട്ടു. സമറിൻ്റേത്. അതിനുശേഷം അവിടെ ആകെ ശാന്തമായി. ആ രാത്രിക്ക് ശേഷം ആരും ആ ഓഫീസിന്റെ ബേസ്മെന്റിലേക്ക് ചെന്നതേയില്ല. കാരണം ഇന്നും ദാനിയുടെ ചിരി ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ക്രിസ്മസ് ലീവ് ദിവസവും ഫ്ലോർ 9ന്റെ ലൈറ്റ്സൊക്കെ തന്നെ കത്താൻ തുടങ്ങും. അതായത് സീക്രട്ട് സാന്റ
ഇപ്പോഴും ആർക്ക് വേണ്ടിയോ കാത്തിരിക്കുന്നത് പോലെ. പിന്നെ പുതിയതായി ജോയിൻ ചെയ്യുന്ന ഓരോ എംപ്ലോയിക്കും ആദ്യത്തെ ദിവസം ചുവന്ന ചീട്ട് ലഭിക്കും. ഇൻസ്പെക്ഷൻ ടു നൈറ്റ്.